ഇടുക്കി വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിലെ കടുവയെ വനംവകുപ്പ് കണ്ടെത്തി. കടുവ തീർത്തും അവശനാണെന്ന് കോട്ടയം DFO N രാജേഷ് അറിയിച്ചു. കാലിനേറ്റ പരിക്ക് ഗുരുതരമാണ്. സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് കടുവയുള്ളത്. മയക്കുവെടി വെച്ച് പിടികൂടാൻ കഴിയില്ല എന്നും DFO അറിയിച്ചു. ഗ്രാമ്പ്യ ഭാഗത്താണ് ഈ കടുവയെ ആദ്യം നമ്മൾ കണ്ടത്. ഈ കടുവയുടെ കാലിന് ചെറിയൊരു തകരാറുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഇതിനെ പിടികൂടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ 11-ാം തീയതി രാത്രി സ്ഥാപിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ആരോഗ്യസ്ഥിതി കാലിൻ്റെ ഒരു മുറിവേറ്റിട്ടുണ്ട്. ആ മുറിവ് കുറച്ച് രൂക്ഷമായിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത്. ട്രാങ്കുലൈസർ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ജീവന് അപകടമുണ്ടായേക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മൾ ട്രാങ്കുലൈസ് ചെയ്യാനായിട്ട് തൽക്കാലം നമ്മൾ നോക്കുന്നില്ല. രാഹുൽ വിജയൻ വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് ചേരുന്നുണ്ട്. രാഹുൽ, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് DFO അറിയിക്കുന്നത്? രാഹുൽ, രജിത്ത്, ഈ കടുവയുടെ ആരോഗ്യനില തീർത്തും അവശനായ നിലയിലാണ് എന്നുള്ളതാണ് വനംവകുപ്പ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ മയക്കുവെടി വെച്ച് പിടികൂടുക എന്നുള്ളത് സാധ്യമല്ല. ഈ കടുവ എവിടെയാണ് ഉള്ളത് എന്നുള്ളത് വനംവകുപ്പ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം കൂട് സ്ഥാപിച്ചിട്ടുണ്ട് വനംവകുപ്പ്. അതിൽ നിന്നൊരു 300 മീറ്റർ മാറിയാണ് നിലവിൽ കടുവയുള്ളത്. ഈ കാലിന് പരിക്ക് ഗുരുതരമായതുകൊണ്ട് തന്നെ കൂടുതൽ ദൂരത്തേക്ക് സഞ്ചരിക്കാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് ഈ കൂട്ടിനകത്ത് കടുവ കയറാനുള്ള സാധ്യത കൂടുതലാണെന്നും വനംവകുപ്പ് കരുതുന്നു. എന്തായാലും വനംവകുപ്പിന്റെ പ്രത്യേക നിരീക്ഷണം ആ മേഖലയിൽ തുടരുകയാണ്. മാത്രമല്ല, ഈ പ്രദേശത്തേക്ക് ആളുകൾ പ്രവേശിക്കുന്നതിന് ഒരു നിയന്ത്രണം കൂടി ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ശരി, രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.